ഹലോ ഫ്രണ്ട്സ്, അൽബ്രോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണ്, ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത് 2 കിലോ കപ്പ, അതുപോലെ 2 കിലോ ബീഫ്. അങ്ങനെ എടുത്തിട്ടുള്ളത് ബീഫ് ബോൺലെസ് അല്ല, ബോണ് വേണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 8 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, അതേ അളവിൽ ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബീഫ് കഴുകുന്ന നേരത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി ഇവിടെ വെച്ചിട്ട് കഴുകുക. ഇനി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് അത് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും അതിലോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മൊരിയരുത്. ഇനി അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലോട്ട് കഴുകി വെച്ച ബീഫ് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മസാല ഒക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കണം. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലടിയുന്നവരെ വേവിച്ചെടുക്കുക. അത് ബീഫിൻ്റെ വേവിനനുസരിച്ചിരിക്കും, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ബീഫ് വേവുമ്പോഴേക്കും നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളത് ഫ്രോസൺ കപ്പയാണ്. അത് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. കപ്പ വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കണം. ഈ കപ്പ വേവിച്ച പാത്രത്തിൽ തന്നെയാണ് ഞങ്ങളിതിന് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് അതിലോട്ട് ഈ കപ്പയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കപ്പ നന്നായിട്ട് ഉടയണം. ഇനി ഇതൊന്ന് വറവിട്ട് കൊടുക്കണം. അതിനൊരു വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് വറവിട്ട് കൊടുക്കാം. അതുകൂടി ഒഴിച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് അടച്ച് വെക്കാം. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും.